കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ. ആൾക്കൂട്ടമല്ല, കർത്താവിന്റെ ആത്മസാന്നിധ്യം അറിയുമ്പോൾ ആനന്ദം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മളോട് പരിശുദ്ധാത്മാവ് ഈ മാസം പറയുന്നത് എന്തുകൊണ്ട് വിഷയത്തേക്കണം? അവൻ വാതിൽക്കൽ ആയിരിക്കുന്നു. വാതിലുകളെ നിങ്ങളുടെ തലകളെ പണ്ടേയുള്ള കഥകളെ വർണ്ണിപ്പി. എന്തിനാ? മഹത്വത്തിന്റെ രാജാവായ യേശുനാഥൻ പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അവൻ സ്വപ്നം ചെയ്യുന്നു, നാം വളരെ തിടുക്കത്തോടെ റെഡിയാകണം. നമ്മൾ കേട്ടു സങ്കീർത്തനത്തിൽ എന്ത് ചെയ്യണം? നമ്മുടെ പ്രവൃത്തി സൂക്ഷിക്കണം. അവൻ നമ്മുടെ ചിന്ത, ഹൃദയത്തിലെ അവൻ ചിന്തകള് സൂക്ഷിക്കണം. നമ്മുടെ വായിലെ വാക്കുകളെ നമ്മൾ സൂക്ഷിക്കണം. അവൻ സ്വപ്നം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ. അവൻ സ്വപ്നം ചെയ്യുന്നു കള്ളസത്യങ്ങള്, അല്ലെങ്കിൽ അവൻ സ്വപ്നം ചെയ്യുന്നു വ്യാജത്തിന് മനസ്സ് വെക്കല്. ഈ ലോകത്തിലെ വ്യാജങ്ങൾക്ക് അവൻ മനസ്സ് വെക്കല്. അങ്ങനെ സൂക്ഷിച്ചാൽ അനുഗ്രഹമാണ് എന്ന് കാണാനിടയായി. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവോട് സംസാരിക്കുന്ന വചനത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഈ മാസം പരിശുദ്ധാത്മ കർത്താവ് വരുന്നത് കൊണ്ട് അവൻ നാം വിശുദ്ധിയെ തേക്കണം. അവൻ പ്രത്യേകിച്ച് നമ്മൾ വായിപ്പാനിടയായ വചനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അവൻ സ്വപ്നം ചെയ്യുന്നു വെളിപ്പാട് പുസ്തകത്തില് അവൻ സ്വപ്നം 22 അധ്യായത്തില് യേശുനാഥൻ പറയുന്ന ഒരു വാക്യം നമുക്ക് ആദ്യം വായിക്കാം. 11 and 12, Revelation 22, 11 and 12. എന്നിട്ട് നമുക്ക് അവൻ സ്വന്തം ജൂഡ്, അവൻ ഇന്ന് പ്രിയ ജയൻ എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ കറക്റ്റ് വചനങ്ങളെ ടച്ച് ചെയ്യാനിടയായി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കർത്താവിന്റെ ആത്മാവ് ഇവിടെ ഉണ്ട്. അവൻ യൂദയുടെ ലേഖനത്തില് അതിന്റെ 20-21 വാക്യങ്ങളുടെ ദാസൻ ഓൾറെഡി അവൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ ഗുഡ് കോർഡിനേഷൻ. യു കെൻ സീ ഗാഡ്സ് ഹാൻഡ്. ദൈവകരം കാണാനായിട്ട് കഴിയും. ഭയങ്കര ലിങ്ക് ആയിരിക്കും. അവൻ സ്വന്തം. നമുക്ക് ആദ്യത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് 22 11-12 വാക്യം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തു. ദൈവം നമുക്ക് വചനങ്ങളൊക്കെ തരും എന്ത് ചെയ്യണം, നാം എങ്ങനെയായിരിക്കണം എന്ന്. അവൻ അവൻ ചെയ്യുന്ന ഫ്രണ്ടിലോട്ട് വിട്ട് ഓൾറെഡി പ്രസംഗിച്ചു കഴിഞ്ഞു, വചനങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി, ഈ വചനങ്ങളെ കേട്ടിട്ടും വീണ്ടും അനീതി ആണെങ്കിൽ let him do so. അടുത്തത് അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാട്. ഫിൽത്തി ആയിട്ട് ജീവിക്കുന്നവൻ, അഴുക്കുള്ളവൻ let him do so. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. എന്നാൽ നീ നീതിമാനാണെങ്കിൽ ഇനി എന്ത് ചെയ്യട്ടെ? നീതി. ഇന്നലെ അവർ ചെയ്ത നീതി കഴിഞ്ഞ് ഇനി ഞാൻ ചെയ്യുന്നില്ലെന്ന് പറയരുത്. നീതി ചെയ്യട്ടെ, ഇനിയും നീതി ചെയ്യണം. വായിച്ചു. അടുത്തത് വിശുദ്ധൻ ഇനിയും തന്നെ ഇന്നലെ അവർ ഞാൻ വിശുദ്ധനായിരുന്നു, ഇനി ഞാൻ എന്തിനാ? ഇനിയും നീ വിശുദ്ധീകരിച്ചോട്ടിരുന്നോണം. വിശുദ്ധീകരിച്ചു ക്രിസ്തുവാകുന്ന തലയോളം വളർന്നോണം. അടുത്തത് കാരണം ഞാൻ വേഗം വരുന്നു. അവൻ പണ്ടേയുള്ള കഥകൾ ഉയർന്നിരിപ്പ് മഹത്വത്തിന്റെ രാജാവ് യാഹ്വയാകുന്ന ദൈവം, അവൻ ആദ്യ പിതാവാകുന്ന ദൈവം. അവൻ അതുകൊണ്ട് ബൈബിൾ പറയുന്നു യേശു എങ്ങനെ യാഹ്വയാകുന്ന. ബൈബിൾ അതിന് ആൻസർ തരുന്നുണ്ട്. യെശയ്യാ പ്രവചനം പറഞ്ഞു, അവൻ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകന് നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ. അവൻ അത്ഭുത മന്ത്രി, വീരന ദൈവം, നിത്യ. അപ്പോൾ ഈ ലഭിച്ച മകൻ അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വണ്ടർഫുൾ കൗൺസിലറാണ്, അവൻ വീരനാകുന്ന ദൈവം, ഈസ് ലോർഡ് ഗോഡ്. അവന് നിത്യ ഏൻഷ്യന്റ് ഓഫ് ഏൻഷ്യൻസ്, നിത്യപിതാവ്. അതുകൊണ്ട് അവൻ യാഹ്വേ നമ്മൾ പറയുന്നത്. അവൻ നമ്മൾ 3 ദൈവങ്ങളെ സേവിക്കുന്നവരല്ല, അവൻ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ സേവിക്കുന്നവൻ. അവൻ പറയുക, ഇതാ ഞാൻ വേഗം എന്ത് ചെയ്യുന്നു വരുന്നു. വായിച്ച ഡോക്ടറെ, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഓരോരുത്തർക്ക് അവനവന്റെ പ്രവൃത്തിക്ക് കൊടുപ്പാൻ പ്രതിഫലമുണ്ട്. ഈ പ്രതിഫലം ഭക്തന്മാർക്ക് കൊടുക്കുന്ന ഇത് ശിക്ഷാവിധിയല്ല കേട്ടോ. ഇത് താൻ വരുമ്പോൾ തന്റെ ഭക്തന്മാർക്ക്, വിശുദ്ധന്മാർക്ക് കൊടുക്കുന്ന ക്രിസ്തുവിന്റെ ന്യായസനത്തില് അവൻ കൊടുക്കുന്ന പ്രതിഫലം. എന്നാൽ മറ്റ് ശിക്ഷാവിധി, ന്യായവിധി എന്ന് പറയുന്നത് അന്ത്യ ന്യായവിധിയാണ്. അവൻ വെള്ള സിംഹാസനത്തിൽ ന്യായവിധി. അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമേ നടക്കത്തുള്ളൂ. അതോർത്തമായി. അതുകൊണ്ടാ വാതുകളെ റെഡി ആയിക്കോ. കാരണം മഹത്വത്തിന്റെ രാജാവ് വന്നിട്ട് മധ്യാകാശം അവൻ വിളിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് ഭക്തന്മാർക്ക് ചില പ്രതിഫലങ്ങൾ കർത്താവ് കൊടുക്കും. അത് പ്രാപിപ്പാൻ അവൻ അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നെ 1000 ആണ്ട് നാം ക്രിസ്തുവിനോടുകൂടി ഭൂമിയിൽ വാഴും. അതിനുശേഷമായി ഭൂമി തീക്കായി സൂക്ഷിച്ചിട്ടുള്ളൂ. അവൻ അതിനുശേഷമേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്യേണ്ട. 1000 ആണ്ട് അവനോടുകൂടി ഭൂമിയിൽ നമുക്ക് വാഴണം. അതിനുശേഷം ഗോഗമാകും. ഇത് 1000 ആണ്ടത്തേക്ക് പിശാചിനെ ബന്ധിച്ചു കഴിയുമ്പോൾ പിന്നെ പ്രശ്നമല്ല, ഈ ഭൂമി പ്രതിസന്ധിയില്ല. കഴിഞ്ഞ ദിവസം ഡോക്ടർ വന്നിട്ട് എന്തുകൊണ്ടാ നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, എന്തുകൊണ്ടാ കഷ്ടങ്ങൾ? കാരണം തീഫ്, കള്ളൻ അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും അല്ലാതെ കള്ളം വരുന്നില്ല. എന്ന് വേദന നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ഓർത്തോണം, അവൻ വന്നേക്ക് നിനക്കെതിരെ, നിന്നെ വേദനിപ്പിക്കാൻ, നിന്നെ മോഷ്ടിക്കാൻ, നിന്റെ സന്തോഷത്തെ എടുത്ത് കളയാൻ പറയണം. പോ പിശാചി, എന്റെ സന്തോഷം ഒരുത്തനാലും എടുക്കാൻ എന്ത് ചെയ്യത്തില്ല.
നമ്മെ കുറിച്ചൊരു ബോധ്യം വേണം. ആരെന്ത് നമ്മളെ കുറിച്ച് പറഞ്ഞാലും ഞാൻ ആരാണെന്ന് ക്രിസ്തുവിനൊരു ഉറപ്പ്. പിച്ചാരെ ആരെ വേണമെങ്കിലും ഉപയോഗിച്ചോ. അവൻ മിരിയാമിനെ ഉപയോഗിച്ചോ, അഹരോനെ ഉപയോഗിച്ചോ. അവൻ ശരിയാ, അവരെന്നെ സ്നേഹിക്കേണ്ടവരാണ്, എന്റെ കൂടെ നിൽക്കുക. ഇറ്റ് ഡസന്റ് മാറ്റർ. അവൻ എന്റെ സന്തോഷം എടുക്കാൻ ഞാൻ ആരെയും ചെയ്യത്തില്ല. പിശാചിലില്ല നിന്റെ സന്തോഷത്തിൽ. നിന്നെ മെന്റലായിട്ട് വേദനിപ്പിച്ചാൽ അറിയാം രോഗം വരാന്, തളർച്ച വരാന്, നിന്റെ സന്തോഷത്തെ കെടുത്താന് ഒത്തിരി തന്ത്രശാലി അവന്. അവൻ ഡോക്ടറിന് പറഞ്ഞു, കള്ളനാണ് കാരണം. നിങ്ങളുടെ വേദനകൾക്ക്, നിങ്ങളുടെ പെയിന്, നിങ്ങളുടെ വേദനയ്ക്ക്, മാനസിക വേദനയാണെങ്കിലും ശാരീരിക വേദനയാണെങ്കിലും കാരണം കള്ളനാണ്. അവൻ ഡിസീവ് ചെയ്തു മനുഷ്യനെ. അത് നിമിത്തം ശാപം വന്നു, രോഗം വന്നു, തകർച്ച വന്നു. അതുകൊണ്ട് അവനിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ഏക വഴിയുള്ളവൻ രക്ഷിക്കാൻ, പിശാചിനെ തലയെ തകർക്കാൻ ആര് വന്നു? ഈ ഭൂമിയിലെ കർത്താവ്. ആ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണം. അവൻ നിന്റെ സ്വീകരാകട്ടെ. മടങ്ങി വരട്ടെ. അവൻ പറയുന്നു പ്രതിഫലം തരാൻ അവൻ വരുന്നു. തനിക്ക് വേണ്ടി കഷ്ടങ്ങൾ വരുമ്പോഴും സന്തോഷത്തോടെ നിൽക്കുന്നവർക്ക് പ്രതിഫലം തരാൻ അവന്റെ പക്കലുണ്ട് എന്ന് കർത്താവ് പറയുന്നു. നമുക്കിനി വായിക്കാം ജൂഡ് യൂദയുടെ ലേഖനം 20-21 വാക്യങ്ങൾ. അവൻ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾ തന്നെ ആത്മീയ വർധന വരുത്തുകയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചോണം. കാരണം എപ്പോഴും ഓർത്തോണം, അറ്റാക്ക് ചെയ്യാൻ പിശാച് വരും. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ അതിന് വർധന വരുത്തിക്കോണം. അടുത്തത് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. നിത്യജീവന് വേണ്ടി കാത്തിരിക്കണം. കർത്താവായ യേശുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. ദൈവസ്നേഹത്തിൽ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞോർത്തോണം. ഇന്ന് ആരാധിക്കാൻ ഞാൻ വരുമ്പോഴും, കഴിഞ്ഞ ആഴ്ച അവിശ്വസ്തയായിരുന്നപ്പോഴും അവിശ്വസ്തനായിരുന്നപ്പോഴും എന്നെ തള്ളിക്കളയാതെ പുത്രന്റെ രക്തം കൊണ്ട് കഴുകിയ വാമോനെ എന്ന് പറഞ്ഞ് എന്നെ അടുപ്പിച്ചു നിർത്തുന്ന അപ്പന്റെ സ്നേഹം. അവൻ സ്വന്തം 21 വായിച്ചു കഴിഞ്ഞോ? അവള് അവൻ സ്വന്തം ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മളെ അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ട്. സംശയിക്കുന്നവരോട് കരുണ കാണിക്കണം. അടുത്തത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത. കാരണം എന്തോ അവൻ വരുന്നു. ചിലർ രക്ഷിക്കണം, ചിലർ കഷ്ടത്തിൽ കൂടെ പോകും. അടുത്തത് ഭയത്തോട് കരുണ കാണിക്കണം. ജഡത്താൽ കറപിടിച്ച പാപത്താൽ കുരുങ്ങിയവരായിരിക്കാം. അതുകൊണ്ടാണ് പിന്മാറ്റകൻ എന്തിനാ നീ അവനെ കരുത്താന്നെ? കാരണം ആ അങ്കിയെ പകച്ചോ, പക്ഷെ കരുണ കാണിച്ചോ. വിധിക്കാൻ പോകണ്ട, അവനെ അടിച്ചു താഴ്ത്തപ്പെട, എന്നെ എപ്പോഴും തീക്കാത്ത വലിച്ചെടുക്കണം. അടുത്ത വാക്കുകൾ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു നല്ല മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി. എങ്ങനെ നിർത്താനെന്നാ പറഞ്ഞേ? ആനന്ദത്തോടെ, നിരാശയുടെ കർത്താവെന്നല്ല, ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ദൈവം. വീഴാതെ വേണം എന്ന് പകൽക്കാലം മൊത്തം ഭയത്തോടെ നേരോട് കരുണ കാണിച്ചോണം. അവൻ പാപത്താൽ കറപിടിച്ച് ചിലപ്പോൾ നിങ്ങളോട് അനീതി ചെയ്യും, ചില അവൻ ആ അങ്കി പകച്ച് കരുണ കാണിക്കുക. കാരണം തന്നെ വീഴാതെ വേണം തന്നെ മഹിമാസന്നിധിയിൽ എങ്ങനെ നിർത്താൻ കഴിവുള്ളവനാ? കളങ്കമറ്റവരായി ആനന്ദത്തോടെ മുൻനിർത്താൻ കഴിവുള്ളവന് മഹത്വം എന്ന് പകൽക്കാലം. അതുകൊണ്ട് രാജാവ് വരുന്നു നിന്നെ നിർത്താൻ. അവൻ ശക്തനാണ്. അപ്പോൾ അവൻ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ചിന്തിച്ചു, അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ എത്തണമെങ്കിൽ എന്തെല്ലാം ചെയ്യരുത് അവൻ. അത് വെളിപ്പാട് പുസ്തകം 21:8. അതില് അവൻ കഴിഞ്ഞ വർഷം ഭയത്തെ കുറിച്ച് പഠിച്ചു. ഭീരുക്കളാകരുത്, ഭയം നമ്മെ ഭരിക്കരുത്. അവൻ അതിന്റെ കഴിഞ്ഞ വർഷം നമ്മൾ അതിനെക്കുറിച്ച് അവിശ്വാസികളാകരുത്, വിശ്വാസത്തിൽ മുന്നേറണം. അത് വലിയ കീ കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നത് പാപം എന്ന് പറയുന്നത് വ്യഭിചാരം, അവൻ മദ്യപാനം, വെറുക്കത്ത്. അയ്യോ, അതല്ല. നീ പേടിയിലാ ജീവിക്കുന്നതെങ്കിൽ അതാ ഫസ്റ്റ് ലിസ്റ്റ് നോക്കണേ. ആരവിടെ കേരളത്തിൽ ലിസ്റ്റ് പറഞ്ഞപ്പം ദുർനടപ്പല്ല ആദ്യം പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കർത്താവ് പറയുന്നത്. ക്രൈസ്റ്റ് is talking about. ഇന്ന് അവൻ സ്വന്തം വിശ്വാസം. നമ്മള് ഈ പ്രസംഗകരൊക്കെ പറഞ്ഞാൽ പ്രസംഗം അങ്ങനല്ല. അവൻ സ്വന്തം നമ്മള് പാപമല്ല എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ഭയങ്കര പാപം. വീടുക്കൾ അവിടെ കയറില്ല. ഫസ്റ്റ് ലിസ്റ്റാണ്. അയ്യോ, ഭയപ്പെടുന്ന ആർക്കും കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾ ആരാ പേടിയില്ലാത്തവര്? പക്ഷെ കർത്താവ് പറയാം, നീ എന്നെ അറിഞ്ഞാൽ നീ ഭയത്താൽ ജീവിക്കുന്നവനല്ല, വിശ്വാസത്താൽ ജീവിക്കുന്നവനാ. നീ ഒരുത്തൻ പറയുന്ന വാക്ക് കേട്ട് ജീവിക്കണവനല്ല,
വിശ്വാസത്താൽ. എന്തുവാ? വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ പിശാച് വന്നിട്ട് എന്റെ കുറവ് പറയും, സാരമില്ല പിശാച്, അതാ ഞാൻ എന്റെ യേശുവിലാണെന്നിരിക്കുന്നത്. വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ എങ്ങനെ നിർത്താൻ? കളങ്കമില്ലാത്തവരായി മുൻനിർത്താൻ. എങ്ങനെ? ആനന്ദത്തോടെ. പിശാച് വന്ന് എന്നെ സങ്കടപ്പെടും, ഞാൻ സമ്മതിക്കത്തില്ല. ആനന്ദത്തോടെ മുൻനിർത്താൻ കഴിവുള്ളവന് എന്നേക്കും മഹത്വം. ഇന്ന് പകൽക്കാലം നീ പ്രഖ്യാപിച്ചോണം, അതിരത്താൽ പ്രഖ്യാപിച്ചോണം. അവന്റെ ആഗ്രഹം നിന്നെ വേദനിപ്പിക്കുക. അതിന് ആരെ ഉപയോഗിക്കാം? പാസ്റ്റർമാരെ ഉപയോഗിക്കാം, കൂട്ടുവിശ്വാസികളെ ഉപയോഗിക്കാം, രക്തബന്ധങ്ങളെ ഉപയോഗിക്കാം. പക്ഷെ നിന്റെ ആനന്ദത്തെ തൊടാൻ ഒരു ദുഷ്ടപിശാചിനെയും സമ്മതിക്കല്ലേ. അപ്പൊ ആ ലിസ്റ്റിൽ പറയുമ്പോൾ ഭീതികൾ നമ്മൾ ചിന്തിച്ചു. അവന് കഴിഞ്ഞ വർഷം അവിശ്വാസം. നമ്മൾ വിചാരിക്കും അവിശ്വാസം അവൻ ഉള്ള എങ്ങനെയുള്ള ഹൃദയം എന്നാ പറഞ്ഞേ? നമ്മളിപ്പോ അവിശ്വാസം, നമ്മൾക്ക് എത്രയോ അവിശ്വാസം അല്ലേ. നമ്മൾ വിചാരിച്ചു അവിശ്വാസം സിന്നല്ല, വിക്കറ്റ്നെസ്, ദുഷ്ടത. ദൈവത്തിനെ പറയുന്നതിനെ ദുഷ്ടത. അപ്പോൾ അവൻ ദുർനടപ്പ് നമ്മള് വിഷമിച്ചു. അതിനേക്കാൾ ഭീകരമാണ് ഇത്. നോക്കണം. ഇനി അടുത്തത് ഒരു കാര്യം കൂടെ അവൻ ഓർപ്പിക്കുന്നു. അടുത്തത് എന്തോ വായിച്ചാട്ട? അടുത്തത് 21:8. അവൻ ഭീരുക്കൾ അവിശ്വാസികൾ ആസ്വദിക്കണം. അറയ്ക്കപ്പെട്ടത്. നമുക്കവിടെ നിൽക്കാം. ബൈബിള് പഠിക്കുമ്പോൾ അറയ്ക്കപ്പെട്ട ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. എനിക്ക് പലപ്പോഴും അവൻ വചനം വിശദീകരിച്ച് സംസാരിക്കാൻ സമയം കിട്ടാറില്ല. അവൻ ദൈവത്തിന്റെ മനത്തിൽ പെട്ടെന്ന് നമുക്ക് ഒന്ന് വായിച്ചു പോകാം. അത് ഒന്നാമത്തെ ലിസ്റ്റിൽ പെട്ടതാണ് ആവർത്തന പുസ്തകം. അവൻ 7:25, ആവർത്തന പുസ്തകം 27:15. പുതിയ നിയമത്തിൽ ഒത്തിരി വാക്യങ്ങൾ. ഒന്നാമത്തെ അറപ്പുള്ള കാര്യമാണ് വിഗ്രഹാരാധന. ബൈബിൾ തന്നെ അബോമിനബിൾ. ഇനി സമയം കിട്ടുവാണെങ്കിൽ എസ്കേൽ പതിനകത്തിനകത്ത് ദർശനത്തിൽ എസ്കേലിനെ ആലയത്തിനുള്ളിലോട്ട് കൊണ്ടുവന്ന് ആദ്യം പറഞ്ഞ അവൻ അടയാളമിടാൻ പറയും. ദൈവത്തെ അറിയുന്നവനും അറിയാത്തവനും അടയാളമിടും. എന്റെ ആലയത്തിൽ നിന്ന് വെട്ടി തുടങ്ങാനാ പറയുന്നത്. ആലയത്തിൽ നിന്ന് അവൻ പുറത്തുനിന്നല്ല ന്യായവിധി, ദൈവസഭയ്ക്കുള്ളിൽ ന്യായവിധി വെളിപ്പെടാൻ സമയമായിരിക്കുന്നു. അവൻ അടയാളമിട്ട് വേർതിരിക്കാൻ എസെക്കിയെന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ആലയത്തിൽ കൊണ്ടുവന്ന് അവൻ അകത്തോട്ട് കാണിക്കുക ജനം. അവൻ ഭിത്തിയിലുള്ള അത് നമുക്ക് വായിക്കണം. നീ അനുവദിക്കുന്നെങ്കിൽ ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് വായിക്കണം. എല്ലാവരും ഉള്ളപ്പോൾ അത് വായിക്കണം. ബൈബിളില് എന്താ പറയുന്നത്? ബൈബിൾ ആലയം എങ്ങനെ ഇരിക്കണം, എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, എങ്ങനെ നീ നിന്ന് ആരാധിക്കണം, എങ്ങനെ നീ ആരാധിക്കരുത് എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്ന ഒത്തിരി ഭാഗങ്ങൾ. അതൊക്കെ ദൈവം അറപ്പെന്നാ പറയുന്നത്. ഇതൊന്നും ജനത്തിന് അപാമനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ വിഗ്രഹാരാധന ഒന്ന് അറിയാലോ. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം സമയം കിട്ടുമോ എനിക്ക് അറിയത്തില്ല. ഞങ്ങള് ഇപ്പോൾ FSC ലൈനിൽ വായിച്ചപ്പോൾ അവിടെ പറയുക ഈ വിഗ്രഹാരാധനയും വേറൊരു കാര്യമായിട്ട് ഇത് ചെയ്തെന്തുവാ? കവച്ചസ്നസ്. വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം അല്ലേ? നോക്കണം, അറപ്പായിട്ടുള്ളൊരു കാര്യം വിഗ്രഹാരാധന. 2 ദുർനടപ്പ്, ദൈവത്തിന് അറപ്പ്. ലേവ്യ പുസ്തകം 18:22. ലേവ്യ പുസ്തകം 18:26-27. സ്വന്തം സദൃശവാക്യം 6:32. അതോത്തോണം ദുർനടപ്പ് എന്ന് പറയുമ്പോൾ ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരമല്ലാത്ത വിവാഹ ജീവിതമോ ദൈവം വെച്ച വ്യവസ്ഥ വിട്ടുള്ള ലൈംഗിക ജീവിതമോ സ്വന്തം ചെയ്യുന്നു. അതിന് ദുർനടപ്പെന്ന് ബൈബിൾ വ്യാഖ്യാനം ചെയ്യുന്നു. വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങൾ സ്വന്തം പാപമെന്ന് ദൈവത്തിന് അറപ്പെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുപോലെ ആണ് പെണ്ണോട് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അറപ്പെന്ന് പറയുന്നു. ദുർനടപ്പ്, ദൈവത്തിന് അറപ്പ്. സമയമില്ല വായിക്കാൻ. അടുത്തത് നിഷ്കളങ്കമായ രക്തം ചൊരിയിക്കുന്നത് അറപ്പെന്ന് സദൃശവാക്യങ്ങൾ 6:16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. അടുത്ത ദൈവത്തിന് അറപ്പുള്ള ഒരു കാര്യമാണ് കേട്ടോ. പ്രൗഡി, ഹാർട്ടി ഹാർട്ട്. അഹങ്കാരമുള്ള ഉന്നത ഭാവമുള്ള ഹൃദയം. അത് ദൈവത്തിന് ആത്മീക നിരളമാണെങ്കിലും ഗോഡ് ഹേറ്റ്സ് ഇറ്റ് സോ മച്ച്. പ്രോവേർബ്സ് 6:16-17 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? സദൃശവാക്യം 6:16-17. അതുപോലെ 14:5 ഒന്ന് വായിക്കണേ. There are 6 things the Lord hates. ദൈവത്തിന് ഹേറ്റ് ഉള്ള 6 കാര്യങ്ങൾ. 7 things that are detestable to him. 7 കാര്യം അവന് അറപ്പ്. Haughty eyes. ഹോട്ടി ഹൈസ്, അഹങ്കാരമുള്ള കണ്ണ്. A lying tongue. കള്ളം പറയുന്ന നാവ്. Hands that shed innocent blood. അതായത് ദോഷമില്ലാത്ത രക്തം ചൊരിയിക്കുന്ന കയ്യ്. A heart that devises wicked schemes. ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്ന ഹൃദയം.
feet that are quick to rush into evil, ദുഷ്ടത ചെയ്യാൻ ത്വരിതപ്പെടുന്ന കാലുകൾ, a false witness who pours out lies, കള്ളസാക്ഷി, കള്ളത്തരം പറയുന്ന കള്ളസാക്ഷി, and a person who stirs up conflict in the ആ വഴക്ക് ഇളക്കി വിടുന്നവൻ, വഴക്ക് കുടുംബങ്ങളില് സഭകളില് കൂട്ടുകാരെ തമ്മിലടുപ്പിക്കുന്നവൻ ദൈവത്തിന് അറപ്പ്. അടുത്ത വായിച്ച അല്ലല്ലേ? 7 കാര്യങ്ങൾ ദൈവത്തിന് അറപ്പ്. ഇനി അടുത്ത വായിച്ച 16:5. ഇതൊക്കെ നിന്ന് പ്രസംഗിക്കണ്ട. ഇതൊക്കെ കേട്ടാൽ നമ്മൾ ഇവരും ഓഡിയോ പോന്നോ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു വേണം പോകാൻ. ദൈവത്തിന് അറപ്പ്. അവൻ അബാമിനബിൾ ഉള്ളവർ അവിടെ കേറത്തില്ല, ദൈവം ഒരുക്ക് നഗരത്തിൽ കേറത്തില്ല. വായിച്ചവനെ ഗർവമുള്ള ഞാൻ കാണുന്ന ഒത്തിരി രക്ഷയിലേക്ക് വരുമ്പോൾ സാധാരണ ദൈവമക്കൾക്ക് താഴ്മയാണ് ഉണ്ടാകേണ്ടത്. ബൈബിൾ പഠിപ്പിക്കുന്നു മറ്റുള്ളവരെ, ഇനി അത് ഓർത്തഡോക്സുകാരാണെങ്കിലും മർത്തോമക്കാരാണെങ്കിലും അവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠം തരണം. ഞാൻ അങ്ങ് മണ്ടയ്ക്കാന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായാൽ കർത്താവ് പറയുന്നു, ഗർവമുള്ള ഒരു മനുഷ്യന് ദൈവത്തിന് എന്തോന്നാ പറഞ്ഞു? ആ ഉറപ്പുള്ളവരാരെങ്കിലും അവിടെ കയറുമോ? ഒരിക്കലുമില്ല. ഇന്ന് പകൽക്കാലം ഓർത്തോ, ദൈവം കൃപയാൽ ലക്ഷ്യങ്ങളിലേക്ക് വരുത്തി. കൃപയാല വിശ്വാസം കൊള്ളും നമ്മൾ രക്ഷിക്കപ്പെട്ടത് നമ്മുടെ പ്രവൃത്തി കാരണമല്ല. അപ്പോൾ ആ കൃപയിലേക്ക് വരാൻ കണ്ണു തുറക്കാത്തവനെ കാണുമ്പോൾ നിന്ദിക്കാൻ ഇടയാകരുത്. ഓർത്തോ, ഞാനും അവിടെ കിടന്നതാ, ഒരു കാലത്ത് എന്റെ കണ്ണും അടഞ്ഞു കിടന്നതാ. അതുകൊണ്ട് വരാത്തവനെ നിന്ദിക്കാനോ അവനെ അപമാനിക്കാനോ ചവിട്ടാനോ അവനേക്കാൾ ഞാൻ ശ്രേഷ്ഠൻ എന്നുള്ള അഹങ്കാരം ഗർവമുള്ള ഹൃദയത്തോട് നടക്കാനോ നോക്കിയാൽ ദൈവം അത് പറയുന്നു, അത് ഡിറ്റസ്റ്റബിൾ. ഇനി അടുത്തത് ദുഷ്ടത പകലുണ്ടാക്കുന്ന അവൻ സ്വന്തം ഹൃദയത്തെ കുറിച്ച് നമ്മൾ കേൾക്കാനിടയായല്ലോ. പ്രോവർബ്സ് 6:18 അവൻ സ്വന്തം ചെയ്യുന്നു. അടുത്തതായിട്ട് അവൻ സ്വന്തം ചെയ്യുന്നു ദുഷ്ടത ചെയ്യാൻ ഓടുന്ന അവൻ ആ കാലുകള്. അത് നമ്മൾ കേട്ടു, സദൃശഭാഗത്തിൽ നമ്മൾ വായിച്ചു, ദൈവത്തിന് ഉറപ്പുള്ളത്. അതുപോലെ അവൻ സ്റ്ററിംഗ് അപ്പ് ഡിവിഷൻ, വഴക്കുണ്ടാക്കുന്ന അവൻ വ്യക്തി. കർത്താവിന് എന്തോന്നാണ്? വെറുപ്പെന്ന് നമ്മൾ കാണിച്ചു. ഇനിയും ആവർത്തന പുസ്തകം 18:10-12 വാക്യങ്ങളില് അവൻ സ്വന്തം വായിച്ചിട്ട് ആവർത്തനം അവൻ 10-12 18:10-12 വായിച്ചു. 18:10-12 വരെ. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ. പ്രശ്നം വെച്ച് നോക്കുക, ശ്രദ്ധിച്ചോണം. ദൈവമക്കൾ എന്ന് പറയുന്ന അനേകർ, ക്രിസ്തുവിശ്വാസികൾ എന്ന് പറയുന്ന അനേകർ പ്രശ്നക്കാരുടെ പുറകെ, മന്ത്രവാദികളുടെ പുറകെ, ശകുനവാദികളുടെ പുറകെ, അതുപോലെ തന്നെ ഈ സമയം കാലം നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന്റെ പുറകെ ഓടുന്നവരുണ്ട്. കേട്ടോ, നീ ദൈവത്തിന് അബോമിനബിളാ, ദൈവത്തിന് വെറുപ്പ. അവൻ തന്റെ മക്കളെ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവര്, ജാതികളുടെ വഴി അനുസരിച്ച് ജീവിക്കുന്നവര്, ജാതികളുടെ രീതി പഠിക്കുന്നവര് ദൈവത്തിന് വായിച്ചു. സിസ്റ്റർ അടുത്തത് പ്രശ്നക്കാരൻ. മുഹൂർത്തം നോക്കുന്നവൻ ആരെങ്കിലും ഉണ്ട്? കേട്ടോ, സത്യക്രിസ്ത്യാനിയെ നീ യേശുവിന്റെ ക്രിസ്തുവിന്റെ അനുയായിയാണെന്ന് പറയുകയും മുഹൂർത്തം നോക്ക്, നീ ദൈവത്തിന് വെറുപ്പ. കാലം നോക്കല്ലേ പ്രിയമുള്ളവരെ. ഇന്ന് ചില വിശ്വാസികളുണ്ട്, വണ്ടി ഞാൻ മുമ്പോട്ട് എടുത്തിട്ട് പുറമോട്ട് എടുക്കുന്നു. ഇവനൊക്കെ എവിടുന്ന് വരുന്നത് എനിക്കറിയത്തില്ല. മുമ്പോട്ട് എടുത്തിട്ട് പുറമോട്ട് എടുത്തിട്ട് ശരിയാകത്തില്ലെന്നാ പറയുന്നത്. ഒരു പൂച്ച കുറുകിയാടിയ പിന്നെ അവർ ഇന്ന് പോകണ്ട. മുഹൂർത്തങ്ങൾ നോക്കുന്ന, കാലങ്ങൾ നോക്കുന്ന, സമയങ്ങൾ നോക്കുന്നവന് അബോമിനബിൾ. വായിച്ചോ സിസ്റ്റർ എടുത്തത്? ആഭിചാരം ചെയ്യുന്നവൻ, മന്ത്രവാദം ചെയ്യുന്നവൻ, ക്ഷുദ്രം ചെയ്യുന്നവൻ, വെളിച്ചപ്പാടൻ. ഇന്ന് സൈക്കിക്കിന്റെ പുറകെ കേൾക്കപ്പെട്ട പിള്ളേർ ഓട്ടമാ. വ്യഞ്ജനക്കാരൻ. എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്, അതെനിക്ക് വെറുപ്പ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാണ്. നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞറിയണം. നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായി. സമയം അവിടെ വായിക്കുന്നത് അടുത്തത് നോക്കാം. ഇനി അടുത്തത് ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള ബിസിനസ്, ജോലികളിൽ വഞ്ചനകൾ കാണിക്കുന്നത്, ചീറ്റിംഗ് കാണിക്കുന്ന ദൈവത്തിന് വെറുപ്പ്. സദൃശവാക്യം 11:1 വായിച്ചാട്ട് ആവർത്തനം 20:13-16 ജോലികൾ, ബിസിനസ്സുകൾ ചെയ്യുന്നവർ എപ്പോഴും അറിയണം, നീ ചെയ്യുന്ന ബിസിനസ്സുകൾ ദൈവ പ്രവർത്തിക്കും, ദൈവ ഇഷ്ടത്തിന് നിരക്കുന്ന, അല്ലെങ്കിൽ യു ആർ എ അബോമിനബിൾ. നീ ഒരു കാലത്തും ദൈവം ഒരുക്കുന്ന ദേശത്ത് ചെല്ലത്തില്ലെന്ന് ദൈവത്തിന് മനം ശക്തി കൊണ്ടുമേ പഠിപ്പിക്കുന്നു. കള്ളത്തുലാസ്.
അമേ നീ കള്ളത്തരം, നീ തുലാസിൽ കള്ളത്തരം, ബിസിനസ്സിൽ കള്ളത്തരം നീ കാണിച്ചാൽ യഹോവയ്ക്ക് എന്തുവാ? വെറുപ്പ്. ഒത്തപടിയോ അതിന് പ്രസാദം. ഒത്തപടി നീ കറക്റ്റ് ചെയ്താൽ ദൈവത്തിന് പ്രസാദം. അത് ഏതു കാര്യത്തിലും, ബിസിനസ്സിലോ ജോലിയിലോ ഒന്നും നീ അത് വെച്ചോ. ആവർത്തനം 25:13 മുതൽ 16 വരെ. അനീതിയോട് എന്തെല്ലാം ചെയ്താലും ദൈവത്തിന് വെറുപ്പാണ്. ദൈവത്തിന് സഞ്ചിയിൽ തൂക്കമേറിയതും ആ കുറഞ്ഞതുമായ 2 തരം പടി ഉണ്ടാകരുത്. 2 തരം പടി ഉണ്ടാകല്ലേ നിന്റെ സഞ്ചിയിൽ കള്ളത്തരം കാണിക്കാൻ. 2 രീതിയിൽ നീ അളക്കരുത്. നീ തൂക്കം ഓർത്തോണേ. നമ്മൾ വിചാരിക്കുന്നത് ബിസിനസ് കാര്യം മാത്രമല്ല. നീ സ്നേഹിക്കുന്നവർ ചിലത് ചെയ്താൽ നീ അതിന് ഒന്നും പറയത്തില്ല. എന്നാൽ നീ വെറുപ്പുള്ള ചില ചാടിക്കറി അവരെ ആക്രമിക്കാൻ പോകുന്ന പരിപാടി, അത് 2 തരം തൂക്കമാണ്. അമൻ സ്വന്തം നീ അമൻ പക്ഷാഭേദം കാണിക്കുന്നത് ദൈവത്തിന് വെറുപ്പാണ്. അവൻ ശ്രദ്ധിച്ചോളെ. ഇതൊക്കെ ഇംപ്ലിക്കേഷൻസ് ഉള്ള കാര്യങ്ങളാണ്. ഇപ്പൊ 2 തരം തൂക്കം സഞ്ചിക്കാണല്ലോ. അടുത്തത്, നിന്റെ വീട്ടിൽ മുറുക്കവും ഇളപ്പവുമായ 2 തരം പറയുണ്ടാകരുത്. 2 തരം പറ പറ്റത്തില്ല. അടുത്തത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെ ആ. നീ ദീർഘായുസ്സോടിരിക്കേണ്ടത് നിന്റെ പടിയൊക്കെ ന്യായമായതുമായിരിക്കണം. നിന്റെ പടിയൊക്കെ ന്യായമായതായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ പറയും ഒത്തതും ന്യായമായതുമായിരിക്കണം. ആയിരിക്കണം. ഈ അടുത്തത്, വകയിൽ അന്യായം ചെയ്യുന്നവനൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാണ്. ശ്രദ്ധിക്കണം. ഇതിൽ അന്യായം ചെയ്യുന്നവൻ ദൈവത്തിന് എന്തോന്നാ പറഞ്ഞേ? അപ്പൊ നമ്മൾ ചിന്തിക്കുക, അബോമിനബിൾ, ദൈവത്തിന് വെറുപ്പായത് ചെയ്യുന്നവനൊന്നും അവിടെ എന്ത് ചെയ്യത്തില്ല, കേറത്തില്ല. ഷുഡബരകൾ കടനകസിയ. അടുത്തത്, അവൻ സ്വന്തം ചെയ്യുന്നു അവൻ മോശമായിട്ടുള്ള ആരാധന. അവൻ അതായത് ഊനമുള്ളതിന് നീ ആരാധന. അവൻ ആരാധനയ്ക്ക് വരുമ്പോ നീ ആനന്ദത്തോടെ വരണം. ചത്തേ ചടഞ്ഞ സ്വന്തം പറഞ്ഞില്ലേ, അത് എന്തിനു തുല്യമാണെന്നുള്ളു. അതാ ഈ വന്നിട്ട് ഉഴപ്പോടിരുന്നിട്ട് സ്വത്രം എന്ന് പറയാതിരിക്കുമ്പം നീ ഓർക്കണം, when you worship നീ ഒന്ന് ഉഴപ്പോടിരിക്കുന്ന ഓർക്കണം. വിചാരിക്കുന്നത് കളിയാണ്. കളിയല്ല, ഇറ്റ്സ് നോട്ട് കളി. അവൻ സ്വരം when you come to worship, കാരണം രാജാതിരാജാവാ നമ്മുടെ മധ്യത്തില്. അവനെ ആരാധിക്കുന്ന എങ്ങനെയാ? രാജകോലാഹലത്തോടും എൻതൂസിയാസത്തോടും ആയിരിക്കണം. അവൻ നിങ്ങൾക്ക് എൻതൂസിയാസമുള്ള ഒരു കാര്യം കാണുമ്പോൾ ഇതിനെ ചാടും എല്ലിയും എക്സ്പ്രഷൻ ഉണ്ട് കർത്താവിനെ കാണുമ്പോ. എന്നാൽ ഇവിടെ വരുമ്പോൾ നീ ചത്ത സ്വന്തം കൈ അടിച്ചാൽ ഒരു ഇത് അവൻ ഇവിടെ പറയും യാഗം. അങ്ങനെയാണെങ്കിൽ വായിച്ചു നോക്കാം. യാഗത്തില് അവൻ ആവർത്തനം 17:1 വായിച്ചാട്ട്, അതുപോലെ സദൃശ്യം സദൃശ്യവാക്യം 21-27. ഇതൊക്കെ ജനങ്ങൾ കേട്ടുന്ന എന്തോ അല്ലാന്നറിയാമോ? എന്തിനാ കർത്താവേ? ഞാൻ വിചാരിക്കുന്നത് ചെറിയ കാര്യമല്ല. ചെറിയ കാര്യമല്ല, നിന്റെ നിത്യതയ്ക്ക് തടസ്സം വരുത്തുന്ന കാര്യമാണ്. നല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെ ആടിനെയെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത്. നീ ആരാധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ വൈരൂപ്യമുള്ള അവൻ വിരൂപതയോ എന്തെങ്കിലും വികലാംഗതയോ ഉള്ള ഒന്നിനെയും കൊണ്ടുവന്ന് എന്ത് ചെയ്യരുത്? യാഗം കഴിക്കരുത്. ഈ പുതിയ നിയമത്തിൽ വരുമ്പോൾ അതരാർപ്പണമാകുന്ന കാളയല്ലേ? അല്ലേ? അവൻ സ്വന്തം ബൈബിള് പഠിപ്പിക്കുന്നു, സ്തോത്രം അതരാർപ്പണമാകുന്ന പ്രൈസസ് ഈസ് എ വർഷിപ്പ്, ദാറ്റ് ഈസ് ഓക്സൻ. അപ്പോൾ നീ ചട്ട ചടഞ്ഞ് അങ്ങും ഇങ്ങും നോക്കി സ്തോത്രം കൊണ്ടിരുന്നു കഴിഞ്ഞാല് നിന്റെ ഊനമുള്ള കാളയാ നീ അർപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം പറയാ ഇറ്റ്സ് ആൻ അബോമിനേഷൻ. അതുകൊണ്ട് നീ ആരാധിക്കുമ്പോ ഉറക്കം തോന്നരുത്. നീ എവിടാ വന്നിരിക്കുന്നു? നീ പ്രസംഗം കൊണ്ട് സ്തോത്രം ചെയ്യുന്നവനാകണം. നീ ആരാധന സ്തോത്രം നീ പ്രസംഗിക്കുക മാത്രമല്ല, അവൻ ആര് പ്രസംഗിക്കുമ്പോഴും ആനന്ദിക്കണം. അതായത് ഞാൻ എപ്പോഴും പാസമരെ കണ്ട് എനിക്ക് ചില വെറുപ്പ് അവരോട്. അവർ പ്രസംഗിക്കാൻ ഇവനൊക്കെ എവിടുത്തെ ആത്മാവാൻ ചിന്തിക്കും. കുറെ വചനം അറിയാമെങ്കിൽ ആർക്ക് പ്രസംഗിക്കാം? അവര് വേറൊരു വ്യക്തി പ്രസംഗിക്കുമ്പോൾ ഒരു സ്തോത്രമോ സ്തുതിയോ പോലും പറയാം, അവിടെ ഇരിക്കുന്ന കാണാം, വിടുമം പോലെ ഇരിക്കുന്ന കാണാം. സ്റ്റേജില് കാണുമ്പോൾ തന്നെ ആനന്ദം തോന്നില്ല. കാരണം തേജസ്സില്ല. കൂടെ നിൽക്കുന്നവർ അവൻ ഏറ്റവും ചെറിയവനാണ്. അവൻ വചനം പറയുമ്പോൾ സ്തോത്രമെങ്കിലും പറയുന്നത് ഐ ഡോണ്ട് ലിസൺ ഹിയർ ഇറ്റ്. അനേക ആദരിക്കുന്ന ദൈവാസനെ കുറിച്ച് പറയുന്നു. ദൈവത്തിന് വെറുപ്പാ. പ്രൗഡ് ഹാർട്ടി ഹാർട്ട്, അഹങ്കാരമുള്ള ദൈവം വെറുക്കുന്നവരെയാ പലപ്പോഴും ജനം ശ്രദ്ധിക്കാൻ പോകുന്നത്. കാരണം God hates it. കാരണം ഇവിടെ പറയാ നീ ആരാധനയ്ക്ക് വരുമ്പോ ഊനമുള്ളത് കൊടുക്കരുത്. ദൈവത്തിന് വെറുപ്പ്. 21:27 Proverbs. The sacrifice of the wicked is detestable. ദുഷ്ടന്റെ ആരാധനയെ ദൈവത്തിന് എന്തുവാ? How much more so when brought with evil intent. നീ ആരാധന ഈവിൾ ഇന്റന്റോട് നീ പോരോട് വന്നിരുന്നാൽ, അതുകൊണ്ടാവും ആരാധനയ്ക്ക് പോകുമ്പോൾ നിന്നെ ഒരുവൻ ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നി അങ്ങോട്ട് പോയി നീ എന്ത് ചെയ്യണം? മനസ്സിലാകുന്നുണ്ടോ? കാരണം നീ അത് ക്ഷമിക്കാതെ പോയൊരു സ്വത്തോ അല്ലെങ്കിൽ അന്യഭാഷയും പറഞ്ഞത് ഐ ഹേറ്റ് ഇറ്റ്, എനിക്ക് വെറുപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ സഭകളൊക്കെ അടിപിടി കൂടി
പ്രശ്നമുണ്ടാക്കുന്നവന്റെ ആരാധന ദൈവത്തിന് അറപ്പല്ലേ? അങ്ങനെയുള്ളവർ അവൻ ഒരുക്കുന്ന നിത്യയിൽ കയറുമോ? ഇല്ല. നീ എത്ര പ്രവചനം പറഞ്ഞാലും അവിടെ യേശു പറയാം, എന്നാലും അതിന്റെ പറയും, നിന്റെ നാമത്തിന് രോഗികളെ പുറത്താക്കി, ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, തെരുവിൽ പ്രസംഗിച്ചു, പ്രവചിച്ചു. എന്താ അർത്ഥം പറയുന്നത്? അബോമിനബിൾ ചെയ്യുന്നവരാരും ഇവിടെ കയറത്തില്ല. അത് സെൻട്രൽ പാസ്റ്ററാണേലും ഏറ്റവും വലിയ പ്രവാചകനാണേലും. ശുഭാകടനക. ഇനി അടുത്തത് പെട്ടെന്ന് അമിത്സ്വത്രം ചെയ്യുന്നു, വായിക്കുമ്പോൾ അതിനെ അമിത്സ്വത്രം ചെയ്യുന്നു. ഈ ദുഷ്ടന്മാരെ നീതീകരിക്കുകയും സാധുക്കളെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നവർ ദൈവത്താർപ്പ. ഇന്ന് സംഭവം ദുഷ്ടന്മാരെ നീതീകരിക്കുകയും പ്രോവേർബ്സ് 17 സമയം അത് പെട്ടെന്ന് പറഞ്ഞു വിടുക. അടുത്തത് ഈറ്റിംഗ് അൺക്ലീൻ ആനിമൽസ്. മോശിക ന്യായപ്രമാണപ്രകാരം കഴിക്കാനുള്ള ആഹാരങ്ങൾ വെടുപ്പുള്ളത് വെടുപ്പില്ലാത്തത് തിരിച്ചിട്ടുണ്ട്. അവിടെ കർത്താവ് പറയുമ്പോൾ ലേവ്യ പുസ്തകത്തില് 11 അധ്യായം 10 മുതൽ 12 വരെ അവൻ പറയുമ്പോൾ അവൻ സ്തോത്രം ചെയ്യുന്നു, അത് തിന്നരുത്, ചിലതിനെ തിന്നരുത്, അത് എനിക്ക് അറപ്പാകുന്നു. പുതിയ നിയമത്തിലും പറയുമ്പോൾ 3 കാര്യങ്ങളാണ്. അവൻ പോള്, ബർന്നബാസ് ഇവരെ വിഷയം, കാരണം അവിടെ ഒരു വലിയ തർക്കം. യഹൂദന്മാരായ വിശ്വാസികൾ പറഞ്ഞു, ഇല്ല, അവർ പരിശോധന എടുക്കണം, മോശയിക ന്യായപ്രമാണമെല്ലാം പിൻപറ്റണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നം 1ാമത്തെ സുനഹദോസായി യെരൂശലേമിൽ ചെല്ലുമ്പോൾ അന്ന് യേശുവിന്റെ ഹാഫ് ബ്രദർ ആയിരുന്ന യാക്കോബാണ് അവൻ അധ്യക്ഷനായിട്ടിരിക്കുന്നത്. പത്രോസ് ഉണ്ണുന്നേരം അപ്പോൾ പൗലോസും ബർന്നബാസും വിഷയം കൊണ്ടുവയ്ക്കണം. ഈ യഹൂദന്മാരായ വിശ്വാസികൾ പരിച്ഛേദന എടുക്കണം നിർബന്ധിക്കുന്നു, അവര് വല്ലാതെ ചെയ്യുന്നു. ആ വിഷയം കൊണ്ടുവന്നപ്പോൾ പത്രോസ് തന്നെ അനുഭവം പറഞ്ഞതെല്ലാം കേട്ടിട്ട് യാക്കോബ്, അധ്യക്ഷനായ യാക്കോബ് പറയുമ്പോൾ പറഞ്ഞു 3 കാര്യങ്ങൾ. ഒന്ന്, ദുർനടപ്പ് കാണരുത് എന്ന് പറഞ്ഞു. 2, വിഗ്രഹങ്ങൾ, വിഗ്രഹാർപ്പിതമൊന്നും തിന്നരുതെന്ന് പറഞ്ഞു. 3ാമത്, ശ്വാസം മുട്ടി ചത്തതിന് നിന്റെ കഴുപ്പ് സൂക്ഷിക്കണം, നീ ഭക്ഷിക്കുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ ഒരു കാര്യമുണ്ട്. കർത്താവ് പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തുപ്പട്ടി ദർശനം പത്രോസ് കൊടുക്കുമ്പോൾ പത്രോസ് ഒരു കാര്യം പറഞ്ഞു, എന്നെ കർത്താവ് ദർശനം കാണിച്ചു. അപ്പം കാണിച്ചെടുത്ത് അറുത്ത് തിന്നാനാ ദൈവം പറയുന്നത്. പറഞ്ഞു, കർത്താവെ ചെറുപ്പം ഞാൻ ഒന്നും എന്തിട്ടില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് ഇതൊക്കെ ബാലൻസ്ഡ് ആയിരിക്കണം. ഒരിക്കലും ഞാൻ പറയുന്നത്, പക്ഷെ ഒത്തോണം, നിന്റെ ഭക്ഷണം, നിന്റെ രീതികൾ, നിന്റെ സംസാരം ഒക്കെ ക്രിട്ടിക്കലാണ്. ദൈവത്തിന് അബോധനമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ഓർത്തോണം, ഈ കാര്യങ്ങളൊക്കെ ദുർനടപ്പ്. ഇനിയും സമയം അതിന്റെ വാക്കുകൾ ചുരുക്കിയ യെഹെസ്കേൽ പ്രവചനത്തിൽ പോകുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു ദിവസങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ചിന്തിക്കണം, അതൊന്ന് കാണണം. ഇപ്പോൾ യെഹെസ്കേലിനെ ദർശനത്തിൽ കൊണ്ടുപോയിട്ട് ഓരോ കാര്യങ്ങളും തേജസ്സില് കെരൂബുകളുടെ മധ്യ ആത്മാവിൽ ഉയർത്തിക്കൊണ്ടുപോയി കാണിക്കുമ്പോൾ ദൈവാലയത്തിനകത്ത് നടക്കുന്ന പല കാര്യങ്ങൾ കാണിച്ചിട്ട് അപ്പോമിനബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കാണണം. എന്നിട്ട് ദൈവത്തിലേക്ക് നമുക്ക് തിരിച്ചു വന്നിട്ട് സ്വന്തം ചെയ്യുന്നു. എഫെസ്യ ലേഖനം 4-ാം അധ്യായവും 5-ാം അധ്യായവും ഒന്ന് വായിക്കണം. അവിടെ എന്താണ് ഒരു ഭക്തനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, എന്തിനു വേണ്ടി? അതുകൊണ്ട് സഭയിൽ ഉപദേഷ്ടാക്കന്മാരെ ആക്കി, സഭയിൽ അപ്പോസ്തലന്മാരെ ആക്കി, സഭയിൽ സ്വന്തം ഇടയന്മാരെ ആക്കി, സഭയിൽ മൂപ്പന്മാരെ ആക്കി, സഭയിൽ പ്രവാചകന്മാരാക്കി. എന്തിനാണെന്നറിയാമോ? ജനത്തെ അബോമിനേഷനിൽ നിന്ന് തിരിച്ചു വരുത്താൻ, ക്രിസ്തുവിൽ ആകുന്ന തലയോളം വളരുന്ന ഒരു സഭയെ കർത്താവിന് വേണ്ടി വളർത്താൻ. അതുകൊണ്ട് സഭയില് ദൈവം സ്ഥാനങ്ങൾ, സുവിശേഷകന്മാരെയൊക്കെ ആക്കാൻ കാരണം ഈ സഭയെ ആത്മാവിൽ നിലനിർത്താൻ, ഈ വചനം അവരെ പഠിപ്പിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരെ നിർത്താൻ വേണ്ടിയാണ് ദൈവം സഭയ്ക്കും ഓഫീസുകൾ കൊടുത്തപ്പോൾ പുരോഹിതം ആഫീസ് കൊടുത്തില്ല. കാരണം നമ്മളെല്ലാവരും രാജകീയ പുരോഹിതന്മാരായതുകൊണ്ട്. കാരണം ഏക മഹാപുരോഹിതൻ ക്രിസ്തു മാത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദിവസം നമുക്ക് എഴുന്നേൽക്കാൻ പറയാം, കർത്താവെ, ഇന്ന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അറപ്പുള്ളതൊന്നും ചെയ്യാതിരിപ്പാൻ, അറപ്പുള്ളതൊന്നും ചെയ്യാതിരിപ്പാൻ ഇന്ന് പകൽ എനിക്ക് കൃപ തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവൻ സ്വന്തം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം. ആ വചനത്തിൽ 21:8 വെളിപ്പാടില് അറപ്പുള്ളതൊന്നും എന്ന് പറഞ്ഞിട്ട് ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ അത് എടുത്തു പറയില്ല. അറപ്പുള്ളത് ഇതെല്ലാം അറപ്പുള്ളതാ, അതിൽ ചിലത് എടുത്തു പറയുന്നു. നമുക്ക് ശ്രദ്ധിക്കണം. വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം. നമുക്ക് എഴുതിട്ട് നമ്മൾ എന്താ പറയാ, കർത്താവേ, എന്റെ കഴിവുകൊണ്ട് പറ്റത്തില്ല. എന്നാൽ അങ്ങ് പറഞ്ഞു, 2 അവൻ സാക്ഷികളുടെ വചനത്താൽ ഒരു കാര്യം ഉറപ്പാകുമെന്ന് പറഞ്ഞ പോലെ അവൻ നമ്മുടെ ജീവിതത്തിൽ കൂടി കേൾപ്പിച്ചു. വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ മുൻനിർത്താൻ കഴിവ് ആർക്കുണ്ട്
എന്റെ യേശുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനെ ആരാധിക്കുന്നത്. പകൽക്കാലം വരുമ്പോൾ എന്റെ കുറവുകളും അതിനെ മറപ്പുള്ളൂ എന്നൊക്കെ പറയും. ഞാൻ നോക്കും കർത്താവെ, ഞാനും അതിനകത്തുണ്ട് എന്ന് തോന്നിപ്പോകുമാറ് ശത്രുവായ കള്ളൻ വന്നെ പലതിൽ കുരുക്കുമ്പോൾ ദിവസത്തിൽ വരുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ നമുക്ക് സഭയ്ക്ക് ശുശ്രൂഷ തന്ന്, കാരണം അവന്റെ ശരീരം രക്തങ്ങളെ ഓർപ്പിക്കുകയും അവൻ നിന്റെ കടം ഞാൻ കൊടുത്തു വിട്ടി എന്ന് ഓർപ്പിക്കുകയും ഇന്ന് പകൽ ആരാധനയ്ക്ക് നിരാശയോട് വരണ്ട, അവൻ എന്നെ തിന്നുന്ന മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ് തന്റെ സഭയെ ജീവിക്കുകയും ചെയ്യുന്ന കർത്താവിനെ അവൻ സ്വന്തം ചെയ്യുന്ന സ്നേഹിപ്പാൻ അവന്റെ സഭയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇന്ന് പകൽ കാലം എത്ര കുറവുണ്ടെങ്കിലും അവൻ നിന്റെ പാപം രക്താംബരം പോലെ കടുചോപ്പായിരുന്നാലും അവൻ സ്വന്തം ചെയ്യുന്നു ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് അല്ല ചെയ്ത നമ്മുടെ കർത്താവിനെ ഒന്ന് കാണാം. പുറത്ത് നല്ല മഞ്ഞ് കിടപ്പുണ്ട്, എന്തൊരു വെളുത്ത പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ എന്നെ നിങ്ങളെ അങ്ങനെയാക്കാൻ കഴിവുള്ള ദൈവത്തിനടുക്കില് ഓടി വരാൻ കാരണം എന്താണെന്നറിയാമോ? രാജാതി രാജാവ് വരുന്നു. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തി, പണ്ടേയുള്ള കഥകളെ ഉയർത്തി മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഈ ദിവസങ്ങൾ അവൻ വരുമ്പോൾ അവൻ ഒരുങ്ങത്തക്കവണ്ണം എഴുന്നേൽക്കാം. ഒരു ഗാനം പാടി അവനെ പാടി നമുക്ക് ആരാധിച്ച് പിരിഞ്ഞു പോകാം. എല്ലാവർക്കും പരിചയമുള്ള ഒരു ഗാനമാണല്ലോ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഇതാ ഞാൻ വേഗം വരുന്നു, പ്രതിഫലം എന്റെ കയ്യിലുണ്ടെന്ന് അരുളിച്ചത് നാഥൻ. വരുവാൻ കാലമാസനമായി പഴയ പാട്ടൊരു വട്ടം പാടി പ്രാർത്ഥിക്കാം.